കാര്യം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഇട്ട വീഡിയോ അയൽക്കാരിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. ആ വീഡിയോ 70,000 കടന്നു കഴിഞ്ഞു. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പക്ഷേ ബേക്കറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. ബേക്കറി സ്വന്തമായിട്ടുള്ളവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും അവിടെ നിന്ന് തന്നെയാണ് ഭക്ഷണം എടുത്ത് കഴിക്കാറ്. അപ്പോൾ ഇത് മുഴുവൻ കാണാതെ വിമർശിക്കരുത്. ഇനി വിമർശിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ പേരിൽ എന്ത് വിമർശനവും നേരിടാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളുടെ പ്രശ്നങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ്. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഈ പറയുന്ന പോലെ ഗ്ലൂക്കോസിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ കണ്ടൻറ്റ് കൂടുതലാണ്. ആവശ്യത്തിൽ കൂടുതൽ മധുരം ഉള്ള ഇതിപ്പോൾ ഈ ക്രീം ബിസ്ക്കറ്റുകളായിക്കോട്ടെ, അതുപോലുള്ള ഈ കൂൾ ഡ്രിങ്ക്സുകളായിക്കോട്ടെ, അപ്പോൾ അതിൽ കൂടുതലായിട്ട് പിന്നെ ഈ കറുത്ത നിറത്തിലുള്ള കൂൾ ഡ്രിങ്ക്സിലായിട്ട് കൂടുതലായിട്ട് ഈ കഫീൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഹൈപ്പർ ആക്റ്റീവ് ആക്കും, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കും. കുഞ്ഞുങ്ങൾ ഒരിടത്ത് അടങ്ങിയിരിക്കുകയില്ല. അത് നോർമലായിട്ടുള്ള കുസൃതിയല്ല, ഭയങ്കര നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പോലത്തെ കുസൃതിയും ഇതൊക്കെ കാണിക്കുകയും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. സ്കൂളിലൊക്കെ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുപോലെ അവർക്ക് പഠനങ്ങളിലൊക്കെ അവർ പിന്നോക്കമായി പോകാനൊക്കെ കാരണമായി തീരുന്ന എൻസൈംസ് ആണ് ഇതൊക്കെ എന്നുള്ളത് എനിക്ക് ഇതിൻ്റെ കൂടുതലായിട്ട് ഞാനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊട്ടറ്റോ ചിപ്സുകൾ, ലേസ്, കുർക്കുറെ പോലുള്ള, അത് പേര് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇത് വലിയ തോതിൽ ഇത് ചിലവാകുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ തോതിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് സ്റ്റോർ ചെയ്യുന്നിടത്ത് അവർക്ക് മറ്റ് ക്ഷുദ്രജീവികളൊന്നും വരാതിരിക്കാനായിട്ട് ഇവർ ഈ എലിയെയും പാറ്റയൊക്കെ തുരത്താനായിട്ട് മരുന്നുകൾ, മാരകങ്ങളായ മരുന്നുകൾ ഇതിന് പുറമേ തളിക്കുന്നുണ്ട്. അത് എന്നിട്ട് പിന്നെ കടകളിൽ സപ്ലൈ ചെയ്യപ്പെടുന്നത്. അപ്പം ഈ സാധനങ്ങൾ ഇതിൻ്റെ പുറമേ പറ്റി പിടിച്ചിരിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് വാഗൊണ്ടാണ് ചിലർ കടിച്ച് പൊട്ടിക്കുന്നത്. കൈകൊണ്ട് പൊട്ടിച്ച് ഇത് ഈ കൈകൊണ്ട് ഈ പുറമേ ഉള്ള കവറിൽ തൊട്ടതിന് ശേഷമല്ലേ ഈ കുഞ്ഞുങ്ങൾ ഇതെടുത്ത് കൈകൊണ്ട് തന്നെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ തോതിൽ ഈ വക മരുന്നുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആമാശയത്തിലേക്ക് പോകുന്നുണ്ട്. പാറ്റയും എലിയും തുരത്താൻ ഉപയോഗിക്കുന്ന മരുന്നുകളെന്ന് പറയുമ്പോൾ എത്രത്തോളം മാരകമാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് അങ്ങനെ ഒരു കാരണം. നെക്സ്റ്റ്, സിപ്പപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് സിപ്പപ്പ്. ഇത് ചില കമ്പനികൾ വളരെ വൃത്തിയായിട്ടൊക്കെ പിന്നെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ തന്നെ ഫാക്ടറികളിൽ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് പോകുന്നത് കാണാം. പക്ഷേ ഇത് ചെറിയ കുടിൽ വ്യവസായം പോലെയൊക്കെ ചെയ്യുന്നിടവും ഉണ്ട്. നമുക്കൊരു സിപ്പപ്പിൻ്റെ ബ്രാൻഡ് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ, ഇല്ലേ? നമുക്ക് അങ്ങനെ സിപ്പപ്പിൻ്റെ ഒരു ബ്രാൻഡ് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. നമ്മൾ പേരൊന്നും നോക്കാറില്ല. കടയിൽ ചെന്ന് സിപ്പപ്പ് വാങ്ങുന്നു, കഴിക്കുന്നു. അപ്പോൾ ഈ സിപ്പപ്പ് ഇതിനകത്ത് ഫില്ല് ചെയ്ത് ഒരു സൈഡിൽ കൂട്ടിയിട്ട് പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഒരു പായുടെയോ നിലത്തോ ഒക്കെ ആയിരിക്കും ഇത് കൂട്ടിയിടുന്നത്. ഇത് പിന്നീട് അവർ ഫ്രീസ് ചെയ്യുന്നു. ഈ ഫ്രീസർ എത്രത്തോളം വൃത്തിയുണ്ട്, ഇത് കടയിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ഫ്രീസറിൽ എത്രത്തോളം അണുക്കളുണ്ട് നമുക്കറിയില്ല. കുഞ്ഞുങ്ങളത് ഡയറക്റ്റായിട്ട് വായിലേക്കാണ് വെക്കുന്നത്. ഇത് കൊണ്ടുവന്ന് കഴുകിയിട്ടൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുന്നത്, അല്ലേ? പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴുകി യൂസ് ചെയ്യുന്ന പോലെ ഇത് കഴുകിയല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെക്കാളും ഇതാണ് പുറമെ ആ കൂടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഡയറക്റ്റായിട്ട് വായിൽ വെക്കുന്നതെന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വീടുകളിൽ ജാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ എന്തായിരിക്കും? മഞ്ഞയും ഒരു ബ്രൗണൂടെ ചേർന്ന് ഒരു ഡാർക്ക് മഞ്ഞ കളറായിരിക്കും അല്ല ഉണ്ടാവുക. ഏത് ജാമാണേലും ഒരു ഇരുണ്ട നിറമായിരിക്കും. അതിന് ചുമപ്പോ, നല്ല തെളിഞ്ഞ ചുമപ്പോ, നല്ല തെളിഞ്ഞ ഒരു മഞ്ഞ കളറോ ആയിരിക്കുകയല്ല. അതുമല്ല, ഈ ജാം പഞ്ചസാരയും കൂടെ ചേർത്ത് ഉരുക്കുന്ന ഒന്നാണ്. നമ്മൾ വീടുകളിൽ ഉരുളികളിൽ പഴച്ചാറുകളിൽ പഞ്ചസാര ചേർത്ത് ഉരുക്കുമ്പം അതിനൊരു കട്ടിയുണ്ട്. അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് സ്പൂണിൽ അത്യാവശ്യം ഒരു ചെറിയ ബലം തോന്നിക്കും അത് നമ്മൾ കോരിയെടുത്ത് ഫില്ല് ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ അതാണ് യഥാർത്ഥ ജാം. നമ്മുടെ കടകളിൽ കിട്ടുന്ന ജാമിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? അതിന് ഭയങ്കരമായ കളറാണ്, അല്ലേ? ഈ കളറെന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായ പോയിസണാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിവൃത്തികേടുകൂടെ നമ്മൾ പേരൻസ് ബ്രെഡിൻ്റെ കൂടെ ജാമും കൂടെ വാങ്ങും. അപ്പോൾ ഈ ജാമെന്ന് പറയുന്നത് സത്യത്തിൽ അത് ഷുഗറാണ്. അതിനകത്ത് പഞ്ചസാര മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഫ്രൂട്ടിൻ്റെ അംശം വരുന്നുണ്ടോ എന്നുള്ള വളരെ സംശയമാണ്. നമ്മൾ ഒറിജിനൽ ജാം കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അത് ഒറിജിനലാണ്. കാരണം അതിനകത്ത് ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കാൻ ജെലാറ്റിൻ യൂസ് ചെയ്തിട്ട് അതിൽ ശരിക്കും ഷുഗറും ഈ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ, ഫ്രൂട്ടിൻ്റെ സ്മെല്ല് മേടിക്കാനൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്
ചെറിയ ഡെപ്പികളിൽ ഇതിൻ്റെ എസൻസുകൾ കിട്ടും. ഇതും കളറും ഈ മധുരവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ആ ഫ്രൂട്ടിൻ്റെ സ്മെല്ലായി. അപ്പോൾ ഫ്രൂട്ട് ജാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങുന്നത് സത്യത്തിൽ ജാമൊന്നും അല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇത് കേട്ടിട്ട് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് എന്നോട് ദേഷ്യം തോന്നേണ്ട യാതൊരു കാര്യമില്ല. ചെറിയ തോതിൽ ചെറിയ യൂണിറ്റുകളായിട്ട് വീടുകളിൽ തന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നിടമുണ്ട്, നമുക്കത് വാങ്ങാം. അല്ലെങ്കിൽ ഈ കടക്കാർക്ക് തന്നെ അങ്ങനെയുള്ള ഈ വീട്ടമ്മമാരുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ജാമുകൾ കടകളിൽ വാങ്ങിച്ച് അവർക്ക് വിൽക്കാമല്ലോ. ഈ മാരകമായ ഇതിപ്പോൾ നമ്മൾക്ക് വില കുറവാണെന്നുള്ള ഒറ്റൊരു പിന്നെ ഇതിൽ നമ്മൾ ഈ സാധനം മേടിക്കുന്നത്, വില കുറച്ച് നമ്മൾ മേടിക്കുന്ന വെറും പഞ്ചസാരയും ജലാറ്റിനും കളറുമാണ്. ഇതിൽ ആഡ് ചെയ്യുന്ന കളറ് ഈ യെല്ലോ കളർ കിട്ടാൻ E10-2, അതുപോലെ E10-4 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്നതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കഴിച്ചാൽ കുഴപ്പമാകാത്ത കളേഴ്സൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ കാര്യം തന്നെ ചിന്തിച്ച് നോക്കുക. നമ്മൾ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ, എല്ലാവർക്കും കൂടെ വേണ്ടി ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു കൂട് പാല് പോരാ. ഒരു കൂട് പാലിന് 26 രൂപ വേണം. പിന്നെ ഐസ്ക്രീം പൗഡർ മേടിക്കണം, കുറഞ്ഞ ഒരു 50 രൂപയെങ്കിലും വേണ്ടേ. ഇനിയിപ്പോൾ കസ്റ്റാർഡ് വെച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നെങ്കിൽ പോലും എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ 150 രൂപ വേണം. അത് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഉള്ളപ്പോൾ ഈ 150 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി പാക്ക് കിട്ടും, ഫാമിലി പാക്ക് ഐസ്ക്രീം കിട്ടും. അതെങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്? ഒരു കമ്പനിക്ക് നഷ്ടമുള്ളൊരു കാര്യം അവർ ചെയ്യുമോ? ഇത്രയും കൂട് പാലും ഐസ്ക്രീം പൗഡറും, അല്ലെങ്കിൽ അതിനകത്ത് ഇപ്പോൾ ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് മാങ്ങാപ്പഴത്തിൻ്റെ ഇതാണെങ്കിൽ അത് ഇവർ ഇത്രയും ചേർത്ത് നമുക്ക് തരുമ്പോൾ അവർക്കൊരു നല്ല തുകയാവത്തില്ലേ? അവരിത്ര ഈസി ആയിട്ട് നമുക്ക് ചെറിയ കപ്പിലാണേലും ഈ 20 രൂപ 25 രൂപയുടെ സ്റ്റിക്ക് ഇതൊക്കെ എങ്ങനെ ഈ ചോക്ലേറ്റൊക്കെ പൊതിഞ്ഞ്, ചോക്ലേറ്റിനാണെങ്കിലും പൈസ ആകുന്നതല്ലേ. കുറഞ്ഞ ഒരു ചോക്ലേറ്റ് ബാറിന് നമുക്ക് ഒരു 50 രൂപയിലും കൊടുക്കേണ്ടി വരികയല്ലേ. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇവർക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇവരിങ്ങനെ ലാഭത്തിൽ വിൽക്കണമെങ്കിൽ ഐസ്ക്രീമിൽ എന്തായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചാടിക്കയറി മേടിച്ച് കഴിക്കുന്നൊരു സാധനമാണ് ഈ ഐസ്ക്രീം അല്ലേ. എല്ലാം നാച്ചുറലാണ്, 100% നാച്ചുറലിന് അതിൻ്റെ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും എത്രത്തോളം നാച്ചുറലാണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് ആഡഡ് ഫ്ലേവറും ഷുഗറും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുമ്പോഴേ നമ്മൾ ഞെട്ടും. പിന്നെ ഈ ക്രീം ബിസ്ക്കറ്റുകളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഈ കറുപ്പും വെളുപ്പും വെളുത്ത ക്രീം അകത്ത് വന്നിട്ട് പുറത്ത് കറുപ്പ് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ബിസ്ക്കറ്റ് ഇല്ലേ, പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല. ആ ബിസ്ക്കറ്റൊക്കെ സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് ഭയങ്കരമായിട്ട് എതിർത്തുകൊണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ഈ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. കാരണം അതിൽ അഡിക്ഷൻ, കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായിട്ട് അത് കഴിക്കാൻ തോന്നാനുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള എൻസൈംസ് ഒക്കെ ചേരുന്നതാണ്. ക്രീം ബിസ്ക്കറ്റുകളിൽ കൂടുതലായിട്ടും വരുന്ന അധികമായിട്ട് പഞ്ചസാരയും, അതിൻ്റെ അകത്ത് ആ ക്രീം ഉണ്ടാക്കുന്ന തന്നെ നമ്മൾ വീട്ടിലൊക്കെ ക്രീം ഉണ്ടാക്കുന്ന ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടില്ലേ, ഇതൊന്നുമല്ല. ഏറ്റവും കുറഞ്ഞ എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് ഇവർ ക്രീം ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് പോകുന്നത്. അപ്പം മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ പല ഫ്രണ്ട്സും പറയാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊരു സിംറ്റം എനിക്ക് തോന്നുന്നു ഒരു 20% കുഞ്ഞുങ്ങളിപ്പോൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ADHD എന്ന് പറയുന്ന ഒരു പ്രശ്നം. കുഞ്ഞുങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഹൈപ്പർ ആക്റ്റീവ് ആകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് ചില കുഞ്ഞുങ്ങൾ. അപ്പോൾ ഈ ഫുഡും കൂടാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മൾ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരുപക്ഷെ ആ കുഞ്ഞ് സ്കൂളിൽ ചെന്ന് അവിടെ ചെന്നിട്ട് കുഞ്ഞിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ പഠന വൈകല്യം കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഫുഡുകൾ കുഞ്ഞുങ്ങൾക്ക് ദിവസം അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് അല്ല നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഈ ബേക്കറിയൊക്കെ സ്വന്തമായിട്ടുള്ളവർക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യം തോന്നുന്നുണ്ട്. അവരോട് ഞാൻ പറയാനുള്ള, നിങ്ങളുടെ ബോർമകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുക്കീസുകളും അവിടുത്തെ ബിസ്ക്കറ്റുകളും കൂടുതലായിട്ട് നിങ്ങളുടെ കടകളിൽ വിൽക്കപ്പെടുവാണെങ്കിൽ അതല്ലേ ഹെൽത്തി സംഗതി. ഈ മൈദ എന്ന് പറയുന്ന ഒരു സാധനം അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനം, ഹെൽത്തി എന്നല്ല, അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈ മൈദ കഴിക്കുന്നത് അപകടമാണ്, അതിലേറെ അപകടം, അതിലൊരു 10 മടങ്ങ് അപകടമാണ് ഈ പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. ഈ മൈദയും മുട്ടയും നെയ്യും ഒക്കെ ചേർത്ത് വരുന്ന ആ ചെറിയ കുക്കീസുകളിൽ അത്രയെങ്കിലും ഗുണങ്ങളുണ്ട്. അത് കഴിക്കുന്നതാണ് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഭേദം. അപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ ഉൽപ്പാദനങ്ങൾ കൂട്ടുക. വേണം നിങ്ങൾ മൈദയൊന്ന് മാറ്റി ഈ വീറ്റും അതുപോലെ റാഗിയൊക്കെ വെച്ചുള്ള പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങളുടെ തന്നെ ബോർമകളിൽ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് കൂടുതലായിട്ട് വിറ്റ് പോവുകയും ചെയ്യും. ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന മാരകമായ ഇതൊക്കെ ചേർന്നിട്ടുള്ള സാധനങ്ങൾ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ നല്ല സാധനം സെലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്, അല്ലാതെ ബേക്കറിയിലുള്ള മുഴുവൻ സാധനങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് വാങ്ങിച്ച് കൊടുക്കാതിരിക്കുമ്പം ഇത്തരം സാധനങ്ങൾ ഇവിടെ നിന്ന് ഒഴിവായി കിട്ടുകയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മുടെ ഈ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുകയും ചെയ്യും.
ഈ പറഞ്ഞ പോലെ ജാമുകൾ എത്രയോ വീട്ടമ്മമാർ വീട്ടിൽ ജാമും കേക്കും ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ചെറിയ കുടിൽ വ്യവസായം പോലെയാണ് അതല്ലേ. അപ്പോൾ അതിനൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അവരോട് പോയി പറയാൻ പറ്റും, നിങ്ങളുടെ ഇന്ന പ്രോഡക്റ്റ് കഴിച്ചു പ്രശ്നമായെന്ന് പറയാം. പക്ഷേ ഈ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ കമ്പനി സാധനങ്ങൾ, ഈ ബിസ്ക്കറ്റുകൾ, ഈ ജാമുകളോട് നമ്മൾ ആരോട് പോയി കംപ്ലൈൻറ്റ് പറയേണ്ടത് സത്യം നമുക്കറിയില്ല. ഇത് എവിടെയാണ് ശരിക്കും ഇതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പോലും നമുക്ക് അറിയില്ല. ഇതൊക്കെ വൻ തോതിൽ ഇതൊക്കെ വലിയ വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളൊക്കെയാണ്. അവരെ നമുക്ക് പറഞ്ഞു തോൽപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു ചെറിയ കുടിൽ വ്യവസായമായിട്ടൊക്കെ ചെയ്യുന്നിടത്ത് അവർ വളരെയധികം ശ്രദ്ധിക്കും അവരുടെ പ്രോഡക്റ്റുകൾ ബെസ്റ്റ് ആവാനും ഇത് കഴിക്കുന്നവർക്ക് അസുഖമൊന്നും വരാത്ത രീതിയിലായിരിക്കും അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതലായിട്ട് വളരണം. ഈ പുറത്തുനിന്ന് വരുന്ന വിഷാംശം അടങ്ങിയ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതൊക്കെ നിന്ന് പോകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ കാണാറില്ല ഈ ചിപ്സൊക്കെ ലൈവായിട്ട് പൊരിക്കുന്നിടത്ത് സത്യം പറഞ്ഞാൽ അവർ ഒരു തവണ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ അവർ ലൈവായിട്ട് അത് പൊരിച്ച് നമ്മുടെ കയ്യിലോട്ട് അവർ പാക്ക് ചെയ്ത് തന്നു വിടുക അല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുന്ന പൊട്ടറ്റോ ചിപ്സിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഏത് രീതിയിലാണ്, അത് വെച്ച് നോക്കുമ്പം കുറച്ചുകൂടെ ഭേദം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ലൈവായിട്ടൊക്കെ ചിപ്സൊക്കെ വറുത്ത് തരുന്നുണ്ടാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ നിന്ന് പോകണമെന്നല്ല, നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങുകയും അവിടുന്ന് തന്നെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വ്യവസായവും വളരുകയും ചെയ്യും. നമ്മുടെ കടകളിൽ നല്ല ഫ്രഷായിട്ടുള്ള സാധനവും നമുക്ക് കിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഇനി കുഞ്ഞുങ്ങൾക്ക് ഈ വക സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പം ദയവായി ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.